You are welcome to Business Studies class. നമ്മൾ ആറാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് എന്താണെന്ന് മനസ്സിലായി കാണും അല്ലേ? നമ്മുടെ ചട്ടഞ്ചാലിൽ ടാറ്റ കോവിഡ് ഹോസ്പിറ്റൽ ആണ്. ടാറ്റ കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി സൗജന്യമായിട്ട് നിർമ്മിച്ചു തന്ന ഹോസ്പിറ്റലാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചില ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബിസിനസ്സിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക. അതാണ് ബിസിനസ്സുകളുടെയൊക്കെ മെയിൻ ഒബ്ജക്റ്റീവ്. അതിനിടയിൽ അവർ ഇത്തരം ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ചില ഹോസ്പിറ്റൽസ് നിർമ്മിക്കുക, കുടിവെള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, ഗതാഗത സൗകര്യങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയ ചില ജനോപകാരപ്രദമായ പല പ്രവർത്തനങ്ങളും ബിസിനസ്സുകൾ ഏർപ്പെടുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇതൊരു ബിസിനസ്സിൻ്റെ ഒബ്ലിഗേഷനാണ്, ഒരു ബിസിനസ്സിൻ്റെ കടമയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു the obligation of a business to take those decisions and perform those actions which are desirable in terms of the objectives and values of our society. സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ, മൂല്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ഒക്കെയുള്ള ഒരു ബിസിനസ്സിൻ്റെ കടമയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. Social responsibility of business refers to obligation of business to take those decisions and perform those actions which are desirable in terms of the objectives and values of our society. ഇപ്പോൾ സമൂഹം ഒരു ബിസിനസ്സിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ ബിസിനസ്സിലെടുക്കുക, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇതാണ് ഒരു ബിസിനസ്സിൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എന്തിനാണ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? അതിൻ്റെ ആവശ്യം എന്താണ്? നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആരാണ് ബിസിനസ് നിർമ്മിക്കുന്നത്? തീർച്ചയായും ഒരു പ്രൊപ്പറേറ്ററാണ്. നമ്മൾ ബിസിനസ്സിൻ്റെ ക്രിയേഷനെ കുറിച്ച് നമ്മൾ ഇനി അടുത്ത വരുന്ന ചാപ്റ്ററിൽ പഠിക്കും. ഒരു പ്രൊപ്പറേറ്ററാണ് അല്ലെങ്കിൽ ഓണേഴ്സ്. ഈ ഓണേഴ്സ് സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. എംപ്ലോയീസ്, ബിസിനസ്സിലെ എംപ്ലോയീസ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ്, അതിൽ ക്രെഡിറ്റേഴ്സ്, ദേ ആർ ഓൾ പാർട്ട് ഓഫ് ദി സൊസൈറ്റി. സോ ദർ ഷുഡ് ബി എ ഹെൽത്തി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് സൊസൈറ്റി. നല്ല ആരോഗ്യപരമായ ഒരു ബന്ധമുണ്ടായിരിക്കണം. ബിസിനസ്സും എംപ്ലോയീസും തമ്മിലുള്ള ബന്ധം നല്ലതല്ല എങ്കിൽ ബിസിനസ്സിൽ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെ ബന്ധങ്ങൾ മോശമാകുമ്പോഴാണ് എംപ്ലോയീസ് സമരം ചെയ്യാനും പണിമുടക്കാനും ഒക്കെ പോകുന്നത്. ഇനി സമൂഹവുമായിട്ടുള്ള ബന്ധം നല്ലതല്ല എങ്കിലോ? അപ്പോഴാണ് ബിസിനസ്സിനെതിരെ നമ്മുടെ പ്ലാച്ചിമട കൊക്കക്കോള കമ്പനിക്കെതിരെയൊക്കെ നടത്തിയതുപോലെ വലിയ സമരങ്ങളും ബിസിനസ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയും ഒക്കെ വരുന്നത് അവർ ഇറസ്പോൺസിബിളായിട്ട് ബിസിനസ് പെരുമാറുമ്പോഴാണ്. ഇൻവെസ്റ്റേഴ്സുമായിട്ട് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്ത ഒരു ബിസിനസ്സാണെങ്കിലോ? ഓക്കെ, ഓൾ ദീസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ്. സോ ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആവശ്യമാണ്. ഓക്കെ, ദെൻ ലെറ്റ്സ് സീ ദർ ആർ ടു ആർഗ്യുമെൻറ്റ്സ്. സം എക്സ്പേർട്സ് ആർഗ്യൂ ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ചിലർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അനുകൂലിക്കും, മറ്റു ചിലർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ അതിന് പ്രതികൂലമായിട്ട് വാദിക്കുന്ന ആളുകളുണ്ട്. രണ്ട് തരം വാദങ്ങളുണ്ട്. നമുക്കാദ്യം സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ അനുകൂലിക്കുന്നവർ എന്തുകൊണ്ടാണ്, നമ്മൾ വെറുതെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിസിനസ്സുകൾക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ അക്കമിട്ട് എന്തുകൊണ്ട് ഇത് വേണം എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത് ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്. ഒരു ബിസിനസ് അതിൻ്റെ നിലനിൽപ്പിനുള്ള ന്യായീകരണം അല്ലെങ്കിൽ നീതീകരണം എന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ISRO, നാസ പോലുള്ള സ്പേസ് പ്രോഗ്രാംസ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട്
ഒരു സാധാരണക്കാരന് എന്താണ് പ്രയോജനമുള്ളത്? ഒരു പ്രയോജനവും ഇല്ലെങ്കിൽ അത്തരം ഒരു സ്ഥാപനം ഇവിടെ നമുക്ക് നിലനിൽക്കുന്നത് അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല, നിലനിൽക്കുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല, അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നമുക്ക് ചില കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമ്പോഴും വലിയ പേമാരി ഉണ്ടാകുമ്പോഴും അതിനു മുൻപേ, ചിലപ്പോൾ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ മുൻപേ മുന്നറിയിപ്പ് കിട്ടുന്നുണ്ട്. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? അത് നമ്മുടെ ISRO വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ഭൂമിയെ മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുൻകൂട്ടി വിവരം തരും, ചുഴലിക്കാറ്റ് വീഴുന്നുണ്ട്, മാറിക്കോളാൻ പറയും. അപ്പോൾ നമ്മൾ അവിടുന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കും, വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ മാറ്റി നമ്മൾ സുരക്ഷിതരാകും. അപ്പോൾ ഇതിന് സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതാണ് അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ചൊവ്വയിൽ പോകാനോ നക്ഷത്രം കണ്ടുപിടിക്കാനോ, അതുകൊണ്ട് സാധാരണക്കാരന് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഇതുപോലെ ബിസിനസ് ഒരു സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ വേണം. അത് ആവശ്യം, സമൂഹത്തിനൊരു ആവശ്യമാണ് എങ്കിൽ മാത്രമേ അതിനൊരു നിലനിൽപ്പുള്ളൂ. അപ്പോൾ എന്ത് വേണം? നമ്മൾ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്, സമൂഹത്തിന് ആവശ്യമായ പ്രൊഡക്റ്റ് ആവശ്യമായ അളവിൽ ആവശ്യമായ ഗുണനിലവാരത്തിൽ സപ്ലൈ ചെയ്യണം. ഓക്കെ, ഇറ്റ് സപ്ലൈസ് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ് ആൻഡ് ദേ ഷുഡ് നോട്ട് ഇൻഡൽജ് ഇൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. മായം ചേർക്കൽ, നമ്മൾ മത്സ്യങ്ങളിലൊക്കെ കൊടിയ വിഷങ്ങളൊക്കെ ചേർത്തിട്ട് ഡാമേജ് ആകാതെ നിങ്ങളുടെ തീന്മേശയിൽ കൊണ്ടുവന്ന് വെച്ച് വയ്ക്കും, നമ്മളത് വാങ്ങി കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ്, മായം ചേർക്കൽ. ഓക്കെ, ഹോർഡിങ്, പൂഴ്ത്തിവെപ്പ്, ഇതൊക്കെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസാണ്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇതാണ് ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ബിസിനസ് വിട്ടു നിൽക്കണം എന്നതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം എന്ന് പറയാൻ ഉള്ള ഒരു കാരണം. രണ്ടാമത്തത് ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദി ഫേം. ഏതൊരു സ്ഥാപനത്തിൻ്റെയും ദീർഘകാല നിലനിൽപ്പിന്, അതിൻ്റെ സർവൈവൽ, അതെന്തിനെ ആശ്രയിച്ചാണ്? അത് ആ എംപ്ലോയീസ്, അതിലെ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഇവരൊക്കെ ആ ബിസിനസ് എൻ്റർപ്രൈസ് അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നുണ്ട് എന്ന് ബോധ്യമാകുമ്പോഴാണ് ഒരു ബിസിനസ്സിന് ദീർഘകാലം നിലനിൽക്കാൻ കഴിയുന്നത്. കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ബിസിനസ് അല്ല എങ്കിൽ അത്തരം ബിസിനസ്സിന് ദീർഘകാല നിലനിൽപ്പിൽ താൽക്കാലികമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാലും ദീർഘകാലത്തേക്ക് അത്തരം ബിസിനസ്സുകൾക്ക് ഒരു നിലനിൽപ്പ് ഉണ്ടാകില്ല. ഓക്കെ, സോ രണ്ടാമത്തെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ബിസിനസ്സിന് സോഷ്യലി റെസ്പോൺസിബിൾ ആണെങ്കിൽ മാത്രമേ അവർ റെസ്പോൺസിബിലിറ്റി ആരോടൊക്കെ വേണം? എംപ്ലോയീസിനോട് വേണം, കസ്റ്റമേഴ്സിനോട്, സപ്ലയേഴ്സിനോട്, ഷെയർ ഹോൾഡേഴ്സിനോട്, ഗവൺമെൻറ്റിനോട് ഒക്കെ റെസ്പോൺസിബിൾ ആണെങ്കിൽ ദേ ക്യാൻ എക്സിസ്റ്റ് ഫോർ ലോങ്, ദേ ക്യാൻ സർവൈവ് ഇൻ ദ മാർക്കറ്റ് ഫോർ ലോങ്. ദെൻ തേർഡ്, അവോയ്ഡൻസ് ഓഫ് ഗവൺമെൻറ് റെഗുലേഷൻ. ബിസിനസ് ഇറസ്പോൺസിബിൾ ബിഹേവിയർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് വന്ന വാർത്തകളാണ്, കോവിഡ് ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രികൾ വലിയ എമൗണ്ട്, 50,000, 1 ലക്ഷം, 1.5 ലക്ഷം ഒക്കെ ഈടാക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട് 2 ദിവസം 3 ദിവസം കിടന്നിട്ട്. അപ്പോൾ ഇത്തരം ഒരു ചൂഷണം കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്തു? കയ്യും കെട്ടി നോക്കിയിരിക്കുക. ഗവൺമെൻറ്റും കോടതികളും ഒക്കെ ഇടപെട്ടു. നിങ്ങൾ ഇത്ര രൂപയെ വാങ്ങാൻ പാടുള്ളൂ, 2,500 എമൗണ്ട് ലിമിറ്റ് ചെയ്തു, അത്രേ നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വാങ്ങിയാൽ ആശുപത്രികളുടെ ലൈസൻസ്, ഡോക്ടർമാരുടെ ലൈസൻസ് അടക്കം കട്ട് ചെയ്യുന്ന തരത്തിൽ കടുത്ത പണിഷ്മെൻറ്റ് ഹോസ്പിറ്റലുകൾക്കെതിരെ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇടപെടേണ്ടി വന്നത്? ബിക്കോസ് ഓഫ് ദി ആക്ട് ഓഫ് ദി ഹോസ്പിറ്റൽസ്. ചില ആശുപത്രികൾ സോഷ്യലി ഇറസ്പോൺസിബിൾ ആയതുകൊണ്ടാണ് ഗവൺമെൻറ് ഇടപെടേണ്ടി വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെൻറ് ഇടപെടലുകൾ ബിസിനസ്സിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ, എപ്പോഴും ഗവൺമെൻറ് ബിസിനസ്സിൽ ഇടപെടുന്നത് എപ്പോഴും ഡിസൈറബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത് ഗവൺമെൻറ് ഇടപെടൽ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്തരത്തിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബിസിനസ് സോഷ്യലി റെസ്പോൺസിബിൾ ആകണം. ഓക്കെ, ഇതാണ് മറ്റൊരു ജസ്റ്റിഫിക്കേഷൻ. ദെൻ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഫോർ ദി ബിസിനസ്. ബിസിനസ്സിനാണ് സൊസൈറ്റിയിലെ റിസോഴ്സസ് ഒക്കെ ഉള്ളത്. സൊസൈറ്റിയിൽ നിന്നാണ് ബിസിനസ്സിന് റിസോഴ്സസ് കിട്ടുന്നത്. ബിസിനസ്സിൻ്റെ കയ്യിലാണ് സൊസൈറ്റിയിലെ ധാരാളം റിസോഴ്സസ് ഉണ്ട്, ഫിനാൻഷ്യൽ, ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ ബിസിനസ്സിനാണുള്ളത്. സോ ബിസിനസ് ഈ റിസോഴ്സസ് എങ്ങനെ ഉപയോഗപ്പെടുത്തണം? ദേ ഷുഡ് യൂസ് ദീസ് റിസോഴ്സസ് ഫോർ പ്രൊഡ്യൂസിങ് സോഷ്യലി ഡിസൈറബിൾ ആൻഡ് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ്.
സോഷ്യലി ഡിസൈറബിൾ ആയിരിക്കണം, ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കണം. അത്തരം പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം, അല്ലെങ്കിൽ നല്ല സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം ഈ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, then next, converting problems into opportunities. Businesses can convert some problems into profitable deals, so they can become socially responsible. Okay, when there is a power shortage, electricity shortage, power cut ഒക്കെ വരുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിസിറ്റി കമ്പനി സ്ഥാപിച്ചാൽ ദാറ്റ് ഈസ് ഗുഡ് ഫോർ ദി സൊസൈറ്റി. സൊസൈറ്റി പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കോവിഡ് കാലഘട്ടം ഈ ഒരു അവസരം ഇതൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു. എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസം നടക്കുന്നില്ല, നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പഠിക്കണ്ടേ, നിങ്ങളുടെ 2 വർഷം ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അതിന് പരിഹാരം എന്തായിരുന്നു? അപ്പോൾ ഈ കോവിഡ് വരുന്നതിന് തൊട്ട് മുൻപാണ് റിലയൻസ് ജിയോ വന്നത്, അല്ലേ? ഹൈ സ്പീഡ് നെറ്റ് തുടക്കമിട്ടു, മറ്റു കമ്പനികളൊക്കെ പുറകെ വന്നു. സോ എവറി കമ്പനീസ് ആർ നൗ പ്രൊവൈഡിങ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇതുപോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ, സ്മൂത്തായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലത്തെ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി കമ്പനികൾ മാറ്റി. ഇങ്ങനെ പ്രോബ്ലത്തിനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്നത് വഴി സോഷ്യലി റെസ്പോൺസിബിൾ ആകാൻ, ബിസിനസ് സോഷ്യലി റെസ്പോൺസിബിൾ ആകണം. എന്തിനെ ഈ സോഷ്യൽ പ്രോബ്ലംസ് എടുത്ത് അതിനെ ഒരു അവസരമാക്കി മാറ്റി ആ സോഷ്യൽ പ്രോബ്ലം പരിഹരിക്കാൻ കഴിയും. ദെൻ ബെറ്റർ എൻവിറോൺമെൻറ്റ് ഫോർ ഡൂയിങ് ബിസിനസ്. ഒരു ബിസിനസ് ഇഫ് ദേ ആർ സോഷ്യലി റെസ്പോൺസിബിൾ, ദാറ്റ് വിൽ ക്രിയേറ്റ് എ ബെറ്റർ എൻവിറോൺമെൻറ്റ്. ഇറസ്പോൺസിബിൾ ആണെങ്കിലോ എംപ്ലോയീസ് എപ്പോഴും സമരം വെക്കും, മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, എവരിവെയർ ദെയർ വിൽ ബി പ്രോബ്ലംസ്, അട്ടർ ചാവോസ് ഇൻ ദ ബിസിനസ്. ഗവൺമെൻറ് ഇടപെടലുകൾ, കോടതി ഇടപെടലുകൾ, പബ്ലിക്കിൻ്റെ എതിർപ്പ്, ഇതെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരും സോഷ്യലി റെസ്പോൺസിബിൾ ആണെങ്കിൽ. ഇതൊന്നുമില്ലാതെ വളരെ പീസ്ഫുള്ളായി ബിസിനസ് നടത്താൻ സഹായിക്കണമെങ്കിൽ എന്ത് വേണം? ബിസിനസ് സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കണം. ഓക്കെ, സോ ദീസ് ആർ ദി ആർഗ്യുമെൻറ്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇനി നമുക്ക് നോക്കാം ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരായ ചില ആരോപണങ്ങൾ. അതിലൊന്നാമത്തേത്, ബിസിനസ് എന്നതിന് എന്തിനാണ് ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? അതിനൊറ്റ ഒബ്ജക്റ്റീവാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക. ഇതാണ് ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ ബിസിനസ് സോഷ്യലി റെസ്പോൺസിബിൾ ആകുമ്പോൾ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന ഒബ്ജക്റ്റിനെതിരാണ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത്. ഇൻവോൾവ്മെൻറ്റ് ഓഫ് ബിസിനസ് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ് മേ ഡൈല്യൂട്ട് ഇറ്റ്സ് ഫോക്കസ് ഓൺ എക്കണോമിക് പ്രൊഡക്ടിവിറ്റി ആൻഡ് റെഡ്യൂസ് പ്രോഫിറ്റ്സ്. അത് ലാഭം കുറയാൻ കാരണമാകുമെന്ന് ആണ് ഒരു വാദം. രണ്ടാമത്തത്, ബേർഡൻ ഓൺ കൺസ്യൂമേഴ്സ്. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി വരുന്ന ചിലവ്, അതിന് വേണ്ടി വരുന്ന ചിലവ് ബിസിനസ് വഹിക്കില്ല. ബിസിനസ് എന്ത് ചെയ്യും? അത് കൺസ്യൂമേഴ്സിൻ്റെ ചുമലിലേക്ക് ആ പ്രൈസ് മാറ്റും. ഓക്കെ, ദേ വിൽ ചാർജ് ഹയർ പ്രൈസ് ഫ്രം ദി കൺസ്യൂമേഴ്സ്. അപ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് ബേർഡൻ ആർക്കാണ്? കൺസ്യൂമർക്കാണ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. മൂന്നാമത്തത്, ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസ്. മെനി പ്രോബ്ലംസ്, സൊസൈറ്റിയുടെ എല്ലാ പ്രോബ്ലംസും പരിഹരിക്കാനുള്ള സോഷ്യൽ സ്കിൽസ് ഈ ബിസിനസ്സിനുണ്ടാവണമെന്നില്ല. അപ്പോൾ അവർ സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയാൽ അത് ശരിയാകില്ല എന്ന് പറയുന്നവരാണ് ഒരു കൂട്ടർ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ലാക്ക് ഓഫ് പബ്ലിക് സപ്പോർട്ട്. ബിസിനസ്സുകാർ സോഷ്യൽ പ്രോബ്ലംസിൽ ഇടപെടുന്നത് പബ്ലിക് സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, ദേ ആർ അഗെയിൻസ്റ്റ് or they do not like the interference of business in the social problems. ബിസിനസ്സുകാർ വന്ന് സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് പലപ്പോഴും ആളുകൾക്ക് എതിരാണ്. ഇതാണ് മറ്റൊരു ആർഗ്യുമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ആർഗ്യുമെൻറ്റ്സും കണ്ടു. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അനുകൂലിച്ചുകൊണ്ടൊരു വിഭാഗം കണ്ടു, അതിനെ പ്രതികൂലിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗത്തിൻ്റെയും ആർഗ്യുമെൻറ്റ് നമ്മൾ കണ്ടു. ഇനി എന്താണ് വേണ്ടത്? സോഷ്യലി റെസ്പോൺസിബിൾ ആകണോ വേണ്ടേ? റിയാലിറ്റി. ഒന്നാമത്, ബിസിനസ് സോഷ്യലി റെസ്പോൺസിബിൾ ആകണം. ഓക്കെ, നമുക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒഴിവാക്കാൻ കഴിയില്ല. ബിസിനസ് സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കണം. എന്തുകൊണ്ട് സോഷ്യലി റെസ്പോൺസിബിൾ ആകണം? ഒന്നാമത്, ത്രെറ്റ് ഓഫ് പബ്ലിക് റെഗുലേഷൻ. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പബ്ലിക് റെഗുലേഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് റെഗുലേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ബിസിനസ് സോഷ്യലി റെസ്പോൺസിബിൾ ആകണം. ഓക്കെ, നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. രണ്ടാമത്തത്, പ്രഷർ ഓഫ് ലേബർ മൂവ്മെൻറ്റ്. എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ സമരം ചെയ്യും. ഓക്കെ,
അവരുടെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എംപ്ലോയീസ് സമരം ചെയ്യും. അപ്പോൾ ഈ ലേബർ മൂവ്മെൻറ്റ് ഫോഴ്സസ് എ ബിസിനസ് ടു പേ ഡ്യൂ റിഗാർഡ് ടു വെൽഫെയർ ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ബിസിനസ്സുകാരെ നിർബന്ധിക്കുന്നത് ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിൾ ബിഹേവിയറാണ്. അതിന് നിർബന്ധിക്കുന്നത് എന്താണ്? ലേബർ മൂവ്മെൻറ്റാണ്. ഓക്കെ. സോ തേർഡ്, ഇമ്പാക്റ്റ് ഓഫ് കൺസ്യൂമർ കോൺഷ്യസ്നെസ്. ഇപ്പോൾ കൺസ്യൂമേഴ്സ് അവെയറാണ്, അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. ഇനി അവർക്ക് ഒരു കൺസ്യൂമർ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്, ഇതെല്ലാം കൺസ്യൂമർക്ക് ഇപ്പോൾ അവെയറാണ്. ഡ്യൂ ടു ദിസ് അവെയർനെസ് ആൻഡ് മാസ് മീഡിയ ആൻഡ് ഇൻക്രീസിങ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ്, ദീസ് മെയ്ഡ് കൺസ്യൂമർ കോൺഷ്യസ് ഓഫ് ദി റൈറ്റ്സ് ആൻഡ് പവേഴ്സ്. ഇതെല്ലാം ഈ മാസ് മീഡിയയുടെ ഉപയോഗവും വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയും മാർക്കറ്റിലെ കോമ്പറ്റീഷനും ഇതെല്ലാം കൂടെ ആകുമ്പോൾ കൺസ്യൂമർക്ക് അറിയാം അവരുടെ റൈറ്റ് എന്തൊക്കെയാണ്, പവേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ അവർക്കറിയാം. സോ ബിസിനസ് ഷുഡ് ബി മോർ സോഷ്യലി റെസ്പോൺസിബിൾ. ഓക്കെ. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സ്റ്റാൻഡേർഡ് ഫോർ ബിസിനസ്. ന്യൂ സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് കൺസിഡർ ദി എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് ആസ് ലെജിറ്റിമേറ്റ് ഓൺലി ഇഫ് ദേ ഫുൾഫിൽ ദെയർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അവരുടെ എക്കണോമിക് ആക്ടിവിറ്റി ലെജിറ്റിമേറ്റ് ആകുന്നത് അവർ സോഷ്യലി റെസ്പോൺസിബിൾ ആണെങ്കിൽ മാത്രമാണ്. അങ്ങനെ ഒരു സോഷ്യൽ സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ. മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻസ് ധാരാളം MBA കോഴ്സുകൾ ഒക്കെ ഉണ്ട്. MBA കോഴ്സിൻ്റെ പ്രത്യേക ഒരു കരിക്കുലം ഇതാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിറങ്ങുന്ന ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ആളുകൾ അവർ എപ്പോഴും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒക്കെ അവെയറാണ്. ഓക്കെ. സോ ദേ വിൽ ബി മോർ സോഷ്യലി റെസ്പോൺസിബിൾ. ഓക്കെ. സോ നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ മാനേജീരിയൽ ക്ലാസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ് എഡ്യൂക്കേഷൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് മാനേജീരിയൽ ക്ലാസ്. പ്രൊഫഷണൽ മാനേജേഴ്സ്, ദേ ആർ അവെയർ ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോ they are more interested in satisfying the multiple interest of the society. സൊസൈറ്റിയിലെ വിവിധ വിഭാഗം ആളുകളുടെ, ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗം ആളുകളുടെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇത്തരം പ്രൊഫഷണൽ മാനേജേഴ്സ് വില്ലിംഗ് ആണ്. ദസ് എ ബിസിനസ് ക്യാൻ ബി സോഷ്യലി റെസ്പോൺസിബിൾ. ഓക്കെ. താങ്ക് യു ചിൽഡ്രൻ. റൈറ്റ് ദീസ് നോട്ട്സ് ആൻഡ് സ്റ്റഡി വെൽ.